ജനാർദ്ദനക്കുറുപ്പാണ്. ഭാഷ്യവും പഞ്ചതത്വം എന്നുള്ള ഗ്രന്ഥത്തിൽ 210 പേജിൽ വിജ്ഞാന ഭൈരവതന്ത്രത്തിലെ ത്രിശിരോഭേദം. പ്രപഞ്ചമാകെ 3 വിപുലമായ അവസ്ഥകളിലാണെന്ന തത്വചിന്തയുടെ അടിസ്ഥാനം. ശിവ, ശക്തി, നര. ത്രിശിരോ ഭൈരവമെന്ന തന്ത്രഗ്രന്ഥം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇപ്പോൾ അത് നഷ്ടമായി. ആ ഗ്രന്ഥമാണ് ത്രിശിര തത്വചിന്ത കൊണ്ടുവന്നത്. 3 വിധം പ്രാണങ്ങൾ, ഇട, പിംഗല, സുഷുമ്ന എന്നിവയിൽ കൂടി പോകുന്ന പ്രാണങ്ങൾ. ശിര എന്നതുകൊണ്ട് പ്രാണൻ്റെ ആദ്യത്തെ തല എന്നേ ഉദ്ദേശമുള്ളൂ. ആ തലയാണ് ഏതിലെയാണ് ചലിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ത്രിശിരസ്സുകളാണ് ചലനം കൊണ്ട് കുണ്ടലിനിയെ ഉണർത്തി മുകളിലെ ആത്മീയ ചക്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. തന്ത്രങ്ങളുടെ ഏറ്റവും പ്രധാനമായ തത്വചിന്തയാണ് ത്രിശിരോഭേദം. യോഗയും തന്ത്രവും ഈ ത്രിവിധ പ്രാണങ്ങളെ തുല്യമാക്കുന്നതിനുള്ളതാണ്. ഇടയിലൂടെയും പിംഗലയിലൂടെയും പ്രാണൻ തുല്യമായി ചലിക്കുമ്പോൾ മൂന്നാമത് നാഡിയായ സുഷുമ്നയിലൂടെ അത്ഭുതാവഹമായ കുണ്ടലിനിയുടെ ഉണർവും മുകളിലേക്കുള്ള യാത്രയും സാധ്യമാകും. ഇതാണ് ത്രിവിധ പ്രാണങ്ങളുടെ പ്രവർത്തനം. ഈ ത്രിശിര തത്വചിന്ത മന്ത്രങ്ങളിലും കാണാം. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് മന്ത്രങ്ങളുടെ ആവശ്യകത. ദേവിയുടെ ചോദ്യങ്ങളിൽ ഒന്ന് പരമമായ ജ്ഞാനത്തിൽ ഈ ത്രിവിധ ശക്തി അടങ്ങിയിരിക്കുന്നില്ലേ എന്നാണ്. പ്രസാദമന്ത്രം, ഹൃദയബീജമന്ത്രം, പരബീജമന്ത്രം എന്നറിയപ്പെടുന്ന സൗമന്ത്രത്തിൽ സ എന്നത് തത്വങ്ങളുടെ സങ്കലനമാണ്. ഭൂമി മുതൽ മായ വരെ 31 ശൈവ തത്വങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. ഔ എന്ന ശബ്ദം ശുദ്ധവിദ്യ, ഈശ്വര, സദാശിവ എന്നിവയാണ്. വിസർഗം ശിവനെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. 3 വിധമുള്ള ശിവശക്തി നര എന്നുള്ളതിൽ സ നരവും ഔ ശക്തിയും വിസർഗം ശിവനുമാണ്. ഇതിൽ 31 ശൈവാഗമ തത്വങ്ങളും നരയിൽ ഒതുങ്ങുന്നു. ശുദ്ധവിദ്യ, ഈശ്വര, സദാശിവ എന്നീ ത്രിവിധ തത്വങ്ങൾ ശക്തിയിലടങ്ങുന്നു. ശിവനും ശക്തിയും ശിവനിൽ ഒതുങ്ങുന്നു. പൂർണ്ണമായും സ്വതന്ത്രമായ അതീന്ദ്രിയ ശക്തിയാണ് പര. ഒരു പ്രപഞ്ചശക്തിയെ ക്രമമായി ഉണ്ടാക്കാനാവുന്ന ശക്തിയാണ് പരാപര. ഇത്തരത്തിൽ ഉണ്ടാക്കപ്പെട്ട പ്രപഞ്ചശക്തിയുടെ നിസർഗാവസ്ഥയെ അപര എന്നും കണക്കാക്കാം. ഈ 3ാമത്തെ ശ്ലോകത്തിൽ ദേവി പ്രധാനമായും ഏറ്റവും ഉയർന്ന ഇന്ദ്രിയാതീത അനുഭവങ്ങൾക്കുള്ള 3 രീതികളെയാണ് ചോദിക്കുന്നത്. 1. നവാത്മഭേദങ്ങളെ കൊണ്ട്. ഇവ 9 വിധം ആത്മീയാവസ്ഥയാണ്. 2. ത്രിശിരോദ്ഭവങ്ങൾ, ഇട, പിംഗല, സുഷുമ്ന എന്നിവയിലൂടെ പോകുന്ന പ്രാണങ്ങളുടെ നിയന്ത്രണങ്ങൾ കൊണ്ട് ഏറ്റവും ഉന്നതമായ പരമാത്മാവസ്ഥയിലെത്താനാവുകയില്ലേ എന്നാണ്. 3. ശക്തിയുടെ 3 അവസ്ഥയായ പര, പരാപര, അപര എന്നീ ഉന്നതാവസ്ഥകളുടെ ആത്മീയ സാക്ഷാത്കാരം സാധിക്കുകയില്ലേ. 3ാമത് പരിശീലനത്തിൽ പ്രാണായാമം, മന്ത്രജപം അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്ന വിധം ആത്മീയ ചക്രങ്ങളുടെ ഊർജ്ജവൽക്കരണം മന്ത്രജപം ചക്രങ്ങൾ നടത്തുന്നതും വലിയ തോതിലുള്ള ഊർജ്ജ പ്രവാഹത്തിന് കാരണമായിത്തീരുന്നു. നാദബിന്ദുമയം. നാദം എന്നത് ശബ്ദത്തിൻ്റെ പ്രാഥമിക രൂപമാണ്. അത് സ്പന്ദത്തിൽ നിന്നുണ്ടാവുന്നതാണ്. പരമമായ ജ്ഞാനബോധത്തിൻ്റെ സ്പന്ദമാണിവിടെ എന്ന് പറയുന്നത്. ബിന്ദു എന്നത് ഒരു നാദമുണ്ടാകുന്ന സ്പന്ദനത്തിൻ്റെ മൂലസ്ഥാനമാണ്. അതീന്ദ്രിയാവസ്ഥയിൽ നട്ടെല്ലിനുള്ളിലെ സുഷുമ്ന നാഡിയിലുള്ള ആത്മീയ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന നാദമാണ് ഇവിടെ പറയുന്നത്. ഈ സുഷുമ്നയിലൂടെയാണ് ഏറ്റവും താഴെയുള്ള മൂലാധാരത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് കുണ്ടലിന് മുകളിൽ സഹസ്രാരത്തിലേക്ക് പോകുന്നത്. സ്വാധിഷ്ഠാനം, മണിപുരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ആത്മീയ ചക്രങ്ങൾ കടന്നാണ് കുണ്ടലിനിയുടെ യാത്ര. ചക്രാർത്ഥ നിരോധിക. മൂലാധാരത്തിന് താഴെ വിഷു, അധസഹസ്രാരം എന്നീ 2 ചെറിയ ചക്രങ്ങളുണ്ടെന്ന് പറയുന്നു. മുകളിൽ തലയോട്ടിയിലുള്ള ആജ്ഞയ്ക്കടുത്തായി 9 ചെറിയ ചക്രങ്ങളുണ്ട്. ഇവ ബിന്ദു അല്ലെങ്കിൽ ബിന്ദു വിസർഗം, അർദ്ധേന്ദു അല്ലെങ്കിൽ അർദ്ധചന്ദ്രികത, നിരോധിക, നാദ, മഹാനാദ അല്ലെങ്കിൽ നാദാന്ത, ശക്തി, വ്യാപിക, സമാനി, ഉന്മനി എന്നിവയാണ്. ചെറിയ ചക്രങ്ങളിൽ ബിന്ദു ഏറ്റവും പ്രധാനമായ സ്ഥാനമാണ്. പരമമായ ആത്മീയാവസ്ഥയിൽ നിന്നും താഴേക്കിറങ്ങുന്ന യോഗി ഇവിടെ വെച്ചാണ് വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. തലയുടെ പിൻഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് അമൃതം സംരക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ശേഖരിക്കപ്പെടുന്ന അമൃതം ശരീരം മുഴുവൻ പരിപാലിക്കാനായി തുള്ളി തുള്ളിയായി ഇവിടെ നിന്നും വീഴുന്നു. അതിനാലാണ് ഇതിനെ ബിന്ദു വിസർഗം എന്ന് പേരുണ്ടായത്. ഇക്കാര്യത്താൽ തന്ത്രത്തിൽ ബിന്ദു വിസർഗ ചക്രത്തിന് അതീന്ദ്രിയ ധ്യാനത്തിൽ പ്രധാന സ്ഥാനമുണ്ട്. അർദ്ധേന്ദു അല്ലെങ്കിൽ അർദ്ധചന്ദ്രിക എന്ന
കരം ബിന്ദുവിന് തൊട്ടടുത്തുള്ള സ്ഥിതി ചെയ്യുന്നുവെന്നും അല്ല ബിന്ദു തന്നെയാണെന്നും പറയുന്നുണ്ട്. ബിന്ദു വിസർഗ ചക്രത്തിൻ്റെ ചിഹ്നം പൂർണ്ണചന്ദ്രനാണ്. സ്വാധിഷ്ഠാന ചക്രത്തിൽ അർദ്ധചന്ദ്രനെ ധ്യാനിക്കുമ്പോൾ ബിന്ദുവിൽ സ്പന്ദനം അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ബിന്ദുവിനടുത്തുള്ള മറ്റൊരു ചക്രമാണ് അർദ്ധേന്ദു എന്ന് ചിന്തിക്കാൻ കാരണം. നിരോധിക എന്ന ചക്രത്തിൽ വസ്തുക്കളുടെ രൂപം നഷ്ടപ്പെടുന്നു. അർഹതപ്പെടാത്ത സാധകരെ നാദത്തിലേക്ക് പോകുന്നത് തടയുന്നത് നിരോധികയാണ്. നാദചക്രത്തിൽ പ്രപഞ്ചനാദം ഉത്ഭവിക്കുന്നു. നാദാന്ത ചക്രത്തിൽ നാദവും അത് അനുഭവിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായിത്തീരുന്നു. നാദത്തിൽ കുളിക്കുമ്പോൾ നാദം തന്നെ ഇല്ലാതായിത്തീരുന്നു. ശക്തി ചക്രത്തിൽ അനുഗ്രഹങ്ങളുടെ ശക്തി ശരീരം മുഴുവൻ നിറയ്ക്കുന്നു. വ്യാപിക ചക്രത്തിൽ പരമമായ ശൂന്യത്തിൽ ധ്യാനം ചെയ്ത് പ്രകാശം ജ്യോത്സ്ന കണ്ടെത്തുന്നു. സമാന ചക്രത്തിലെ ധ്യാനം കൊണ്ട് സംപ്രജ്ഞ സമാധിയിലെത്തുന്നു. ഇത് പ്രത്യഭിജ്ഞാന ബോധാവസ്ഥയാണ്. പ്രകാശത്തിലുള്ള സമാധിയാണിത്. ഉന്മനാ ചക്രത്തിലെ ധ്യാനം മൂലം മനസ്സ്, ബുദ്ധി, ചിന്ത, ദേഷ്യം എല്ലാം പിന്തിരിയപ്പെടുന്നു. എല്ലാം ഉള്ളിലേക്ക് മാത്രമായി തീരുന്നു. ചക്രാർത്ഥ നിരോധിക, ചക്രാർത്ഥവും നിരോധികവും തുടങ്ങിയവയും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത് ഈ 9 ചെറിയ ആത്മീയ ചക്രങ്ങളെയാണ്. ഇനി അടുത്ത് ചക്രാരൂഢാണ്. അതുമുതൽ അങ്ങോട്ട് നാളെ പറയാം. നമഃ ശിവായ.